ഹലോ മക്കളെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പുതിയ ചാപ്റ്ററിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇവിടെയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ A to Z കോൺസെപ്റ്റ് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, സോ നമുക്ക് പഠിച്ചു തുടങ്ങാം. ചാപ്റ്ററിൻ്റെ പേരെന്താടാ? ചാപ്റ്ററിൻ്റെ പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ ഒരു വാക്ക് നിങ്ങൾ ചെറിയ ക്ലാസ്സിലേ കേട്ടതാണ് അല്ലേ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാൽ നമുക്ക് ആദ്യം കേൾക്കാം. നോക്ക്, ചെറിയ ക്ലാസ്സിൽ കേട്ടതാണ്. ഇവിടെയാണെങ്കിൽ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ കേട്ട കാര്യങ്ങളാണ്, 8ലും 9ലും കേൾക്കുന്ന കാര്യമാണ്. ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്. നമുക്കറിയാം ബാർ മാഗ്നറ്റ് ഉറപ്പായിട്ടും മാഗ്നറ്റിക് ഫ്ലെക്സിനെ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ക്ലോസ് ലൂപ്പിലൂടെ സഞ്ചരിക്കും. എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. ബി എന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇനിയാണെങ്കിൽ ഇവിടെ ഞാൻ ഒരു കോയിൽ എടുക്കാൻ പോവുകയാണ്. ഇതൊരു കണ്ടക്ടറാണ്. എന്താ മക്കളെ? ഒരു കണ്ടക്ടർ. സോ കണ്ടക്ടർ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ ഒരു ഗാൽവനോമീറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ടോ? ഇല്ല, ഇത് വെറുതെ ഒരു കണ്ടക്ടറാണ്. ഇതിലൂടെ കറണ്ട് ഒന്നും കടന്നു പോകുന്നില്ല. ഞാനാണെങ്കിൽ ഈ ഒരു ബാർ മാഗ്നറ്റിനെ കണ്ടക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. കണ്ടോ? അപ്പോൾ ബാർ മാഗ്നറ്റിനെ കണ്ടക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ സംഭവിക്കും, ഈ കണ്ടക്ടർ ആണെങ്കിൽ ആരെ കട്ട് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യും. അതായത് ഈ കണ്ടക്ടറിൽ ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് എക്സ്പീരിയൻസ് ചെയ്യും. എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. അതായത് നേരത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് കുറവായിരുന്നു. ദൂരെ നിന്നപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ്, കണ്ടക്ടറിൽ അനുഭവപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ് കുറവായിരുന്നു. ഇനി മാഗ്നറ്റ് അടുത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ സംഭവിക്കും, കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ വാല്യൂ മാറും. ശരിയാണോ? ഞാൻ എന്താ പറഞ്ഞേ? നേരത്തെ ഈ ബാർ മാഗ്നറ്റ് ദൂരെ നിന്ന സമയത്താണെങ്കിൽ ഈ കണ്ടക്ടറിൽ അനുഭവപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ് കുറവായിരുന്നു. ഇനിയാണെങ്കിൽ ഞാൻ ഈ ബാർ മാഗ്നറ്റിനെ കണ്ടക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഫലമായിട്ടും ഈ സോളിനോഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഫലമായിട്ടും സോളിനോഡ് എക്സ്പീരിയൻസ് ചെയ്ത മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യും മക്കളെ? ചേഞ്ച് ചെയ്യും. ഒരു പക്ഷേ കൂടാം. ഇനി അകത്തേക്ക് കൊണ്ടുവരുന്നെങ്കിലോ കുറയാം. അപ്പോൾ ഉറപ്പായിട്ടും ആര് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട്? നമ്മുടെ ഈ ബാർ മാഗ്നറ്റ് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കണ്ടക്ടറിൽ എന്തുണ്ടാവും? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. അതായത് മാഗ്നറ്റിക് ഫ്ലക്സിനൊരു ചേഞ്ച് ഉണ്ടാവും. കണ്ടക്ടറിൽ അനുഭവപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സിനൊരു ചേഞ്ച് ഉണ്ടാവും. ഈ ചേഞ്ച് മൂലമാണെങ്കിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നറിയാമോ? ഈ ചേഞ്ച് മൂലമാണെങ്കിൽ കണ്ടക്ടറിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാവും. കണ്ടക്ടറിൽ എന്തുണ്ടാവും? EMF ഉണ്ടാവും. ഇലക്ട്രിസിറ്റി ഉണ്ടാവും. EMF, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അതായത് ഇലക്ട്രിസിറ്റി ഉണ്ടാവും. ഇലക്ട്രിസിറ്റി ഉണ്ടാവും. എന്തുണ്ടാവും മക്കളെ? EMF ഉണ്ടാവും, ഇലക്ട്രിസിറ്റി ഉണ്ടാവും. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു തന്നേ. ഇവിടെയാണെങ്കിൽ ഞാൻ ബാർ മാഗ്നറ്റിനെ കണ്ടക്ടറിന് അടുത്തേക്ക് കൊണ്ടുവെക്കുന്നതിൻ്റെ ഫലമായിട്ട് കണ്ടക്ടറിനകത്താണെങ്കിൽ എന്ത് സംഭവിക്കും? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും മക്കളെ? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. അതായത് ഇലക്ട്രിസിറ്റി ഉണ്ടാവും. ഈ ഫിനോമിന ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാണെന്നറിയാമോ? മൈക്കൽ ഫാരഡേ ആണ്. അങ്ങനെ ഈ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. സോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു കണ്ടക്ടർ ആണെങ്കിൽ ആരെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്ത് അനുഭവപ്പെട്ടാൽ? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടക്ടറിൽ അനുഭവപ്പെട്ടാൽ, ഒരു കണ്ടക്ടറുണ്ട്, അതിനകത്ത് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് അനുഭവപ്പെട്ടാൽ ഉറപ്പായും ആ കണ്ടക്ടറിനുള്ളിൽ ആര് പ്രൊഡ്യൂസ് ആവും മക്കളെ? EMF, ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യും. കണ്ടോ? ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും, ഇലക്ട്രിസിറ്റി ഉണ്ടാകും. ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. സോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്? ദ ഫിനോമിന ഓഫ് പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി ബൈ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് കോൾഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇറ്റ് വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ മൈക്കൽ ഫാരഡേ. ഓക്കെ ആണോ? കോൺസെപ്റ്റ് മനസ്സിലായോ? ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് മനസ്സിലായി. ഇനി അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ മക്കളെ, നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് Faraday's first law of electromagnetic induction. Faraday's first law of electromagnetic induction. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കോൺസെപ്റ്റ് ആണ്, സെയിം കാര്യമാണ്, ഒരു ലോ ആയിട്ട് പറയുകയാണ് ഇത്. According to Faraday's first law of EMI എന്ന് പറഞ്ഞാൽ electromagnetic induction, whenever a magnetic flux linked with a coil changes, magnetic flux എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം.
കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്. ഉറപ്പായും ബാർ മാഗ്നറ്റ് എന്തുണ്ടാക്കും? മാഗ്നറ്റിക് ഫ്ലക്സിന് ഉണ്ടാക്കും. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ആരുമായി ലിങ്ക് ചെയ്തിരിക്കുകയാണ്? കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ ബാർ മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോൾ സംഭവിക്കും, കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ്, ഈ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവും. ശരിയല്ലേ? ഇത് ഈ മാഗ്നറ്റ് ആണെങ്കിൽ ഞാൻ അടുത്തേക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യണം, മൂവ് ചെയ്യിക്കാൻ പോവുകയാണ്, അടുത്തേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്, അല്ലെങ്കിൽ അടുത്തു നിന്നും എടുത്തു മാറ്റാൻ പോവുകയാണ്. അങ്ങനെ എടുത്തു മാറ്റുമ്പോൾ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? സോ കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ്, ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ആരാ പ്രൊഡ്യൂസ് ചെയ്തത്? നമ്മുടെ ഈ ബാർ മാഗ്നറ്റ് ആണ്. ഈ ബാർ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്രീ ലൈൻസ് എന്ത് ചെയ്യും? ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് ചെയ്യും. സോ ഈ മാഗ്നറ്റിക് ഫ്ലക്സിന് എന്ത് ചെയ്യും? ചേഞ്ച് ഉണ്ടെങ്കിൽ, എന്താ പറഞ്ഞേ, കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ട് എങ്കിൽ ഉറപ്പായും ഇതിൽ എന്തുണ്ടാകും മക്കളെ? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ഓക്കെ ആണോ? സോ എന്താണ് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത്? എന്താണ്? whenever a magnetic flux linked with a coil changes an induced EMF അല്ലെങ്കിൽ an EMF induced in the coil. ഇതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. സോ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്, എന്ന് പറയുന്നത്, അതായത് ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് എന്ന് പറയാം കേട്ടോ. ഇതിൽ എന്ത് ചെയ്യും? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കും. ആ ഇൻഡ്യൂസ്ഡ് EMFനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൻ്റെ ഫലമായിട്ട് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ഈ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ ആർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്നറിയാമോ? d∅ ചേഞ്ച് ഇൻ ഫ്ലക്സ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഫ്ലക്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. നമ്മൾ അതിനെപ്പറ്റി അടുത്ത കാര്യത്തിൽ പറയാം. നോക്കുക, ഈ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ഈ ഫ്ലക്സിൻ്റെ ചേഞ്ചിൻ്റെ റേറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. അതായത് ഞാനാണെങ്കിൽ കുറേ സമയമെടുത്ത്, എന്താ പറഞ്ഞേ, കുറേ സമയമെടുത്താണ് ആരുണ്ടാക്കുന്നത്? ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാക്കുന്നത്. അതായത് ഞാൻ അടുത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഫലമായിട്ട് ഉറപ്പായിട്ടും ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവും. ഞാൻ കുറേ സമയമെടുത്താണ് ഇങ്ങനെ പതുക്കെ അടുത്തേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ആ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കും. പക്ഷെ പെട്ടെന്നാണ് കൊണ്ടുവരുന്നതെങ്കിലോ ഉറപ്പായും ചെറിയ സമയം കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? വലിയ ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്ലെക്സിൻ്റെ ചേഞ്ച് പെട്ടെന്നാണ് ഉണ്ടാക്കുന്നതെങ്കിലോ ഉയർന്ന ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അതായത് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ഫ്ലക്സാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഫ്ലക്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ചെറിയ സമയം കൊണ്ട് നിങ്ങൾ ഉയർന്ന ഒരു ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായും ഉയർന്ന ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യും. ചെറിയ സമയം കൊണ്ടാണ്, പെട്ടെന്നാണ് ഞാനാണെങ്കിൽ ഈ മാഗ്നറ്റിനെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും മക്കളെ? ചെറിയ സമയം കൊണ്ട് ആ d∅ ഉണ്ടാവും, ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവും. ചെറിയ സമയം കൊണ്ടാണ് ചേഞ്ച് ഉണ്ടാവുന്നതെങ്കിൽ ഉയർന്ന ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൻ്റെ കാര്യം മനസ്സിലായോ? സോ എന്താണ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? d∅/dt അഥവാ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഫ്ലക്സ്. ഇതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് സെക്കൻഡ് ലോ ആയിട്ട് പഠിക്കാം. നോക്കാം, സെക്കൻഡ് ലോ നോക്കാം മക്കളെ. നോക്കടാ, ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത് ഇങ്ങനെയാണ്: the induced EMF is directly proportional to rate of change of magnetic flux linked with a coil. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്താണ്? the induced EMF, ഉണ്ടായ EMF is directly proportional to the rate of change. the rate of change എന്താണ്? റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ചിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ചേഞ്ചിൻ്റെ റേറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയണത്? നമ്മളുടെ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ ആണോ? ശരി. ഇനി നോക്ക്, നമുക്കാണെങ്കിൽ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ ഈ കോൺസ്റ്റന്റ് എടുത്തിരിക്കുന്നത് -1 എന്നാണ് കിട്ടിയത്. നിങ്ങൾ ചോദിക്കും, സാർ എന്താണ് -1 കിട്ടാൻ കാരണം? പറഞ്ഞു തരാം മക്കളെ. d∅/dt. സോ നമുക്ക് കിട്ടും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടാക്കുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് -d∅/dt ആണ്. സോ എന്താണ് മൈനസ് വന്നത് ഇവിടെ? എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻറ്റ് ഓഫ് ദിസ് മൈനസ് സൈൻ? നമുക്ക് നോക്കാം. നമുക്കറിയാം, ഏതെങ്കിലും നിങ്ങൾ ഇക്വേഷൻ എഴുതാൻ പോവാണ്. ഫോർ എക്സാമ്പിൾ F which is equal to -kx. ഇതിന് മീനിങ് എന്താണ്?
ഫോഴ്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, ഓപ്പോസിറ്റ് ആണ്. ഇപ്പം മൈനസ് സൈൻ, ഇക്വേഷനിൽ മൈനസ് സൈൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്നവൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ പറഞ്ഞു തന്നേ, അങ്ങനെയെങ്കിൽ അതേ രീതിയിൽ ഇതും പറഞ്ഞു തന്നേ മക്കളെ, സെയിം രീതിയിൽ ഇതും പറഞ്ഞു തന്നേ, ഇതിന് മീനിങ് പറഞ്ഞു തന്നേ. അപ്പോൾ നിങ്ങൾ പറയും സാർ ഇവിടെ കിടക്കുന്നവന് എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പം ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആർക്ക് എതിരായിരിക്കും, ആ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിന് എതിരാണ്. അതായത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഉണ്ടാവാൻ ശ്രമിക്കുമോ, ഇല്ല, ഇവ രണ്ടും എതിരാണ്. മനസ്സിലായോ? ഒരാൾ മറ്റാനെ എതിർക്കും. സോ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആരെ എതിർക്കും, ചേഞ്ച് ഇൻ ഫ്ലക്സിനെ എതിർക്കും. ഞാൻ എന്താ പറഞ്ഞേ, ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ചേഞ്ച് ഇൻ ഫ്ലക്സിനെ എതിർക്കും. ഈ നിയമത്തിനെ വിളിക്കുന്ന പേരാണ് ലെൻസസ് ലോ. അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്കിനി പഠിക്കാം. ഞാൻ എന്താ പറഞ്ഞേ, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, ഈ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് ആരെ എതിർക്കും, ചേഞ്ച് ഇൻ ഫ്ലക്സിനെ, ആ ഫ്ലക്സിൻ്റെ ചേഞ്ചിനെ എതിർക്കും. നമുക്കിത് എന്താണെന്ന് വിശദമായിട്ട് കേൾക്കാം. ലെൻസസ് ലോ, ഇതിനെ വിളിക്കുന്ന ഈ ഒരു കാര്യത്തെ വിളിക്കുന്ന പേരാണ് ലെൻസസ് ലോ. നമ്മൾ ലെൻസസ് ലോയെ പറ്റി വളരെ വിശദമായിട്ട് കേൾക്കാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കുക. നോക്കൂ മക്കളെ, ലെൻസസ് ലോ നമുക്ക് നോക്കാം എന്താണ് ലെൻസസ് ലോ. നമ്മൾ ഇക്വേഷൻ കേട്ടായിരുന്നു അല്ലേ? എന്താ ഇക്വേഷൻ നമ്മൾ കേട്ട എന്താണ്, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു മൈനസ്, ഇതായിരുന്നു പ്രശ്നം, ഈ മൈനസ് ആയിരുന്നു പ്രശ്നം അല്ലേ, d∅/dt. ഞാൻ എന്താ പറഞ്ഞേ, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആരെ എതിർക്കും, ആ ചേഞ്ച് ഇൻ ഫ്ലക്സിനെ എതിർക്കും. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ചേഞ്ച് ഇൻ ഫ്ലക്സിനെ, നിങ്ങൾ ചോദിക്കും സാർ എങ്ങനെയാണ് എതിർക്കുന്നത്? ഞങ്ങൾക്ക് മനസ്സിലായി, ഇക്വേഷൻ വഴി മനസ്സിലായി, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഫ്ലക്സിനെ എതിർക്കും. പക്ഷെ ഇത് എങ്ങനെ എതിർക്കും, കാണിച്ചു തരാം. സോ നമുക്കറിയാം, ഇവിടെയാണെങ്കിൽ കോയിലുണ്ട്, ഈ കോയിലാണെങ്കിൽ എന്തുണ്ടാവും, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും. ഞാൻ ഈ ഒരു ബാർ മാഗ്നറ്റിനെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്തുണ്ടാവും, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ആർക്ക് ഇക്വലൻ്റ് ആണ്, വോൾട്ടേജിന് ഇക്വലൻ്റ് ആണ്. ഇ എം എഫ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജുമായി ബന്ധപ്പെട്ടാണ്, അതിന് ഇക്വലൻ്റ് ആണ്, സെയിം കോൺസെപ്റ്റ് ആണ് വോൾട്ടേജ്. നമുക്കറിയാം, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഒരു കണ്ടക്ടറിൽ വോൾട്ടേജ് അല്ലെങ്കിൽ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഒരു കണ്ടക്ടറിൽ എന്തുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ, നോക്കുക ഇതൊരു കണ്ടക്ടറാണ്, ഇവിടെ V1 എന്ന പൊട്ടൻഷ്യൽ ഉണ്ടായി, ഇവിടെ V2 എന്ന പൊട്ടൻഷ്യൽ ഉണ്ടായി, അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി. അതായത് V2 വലുതാണ്, V1 ചെറുതാണെന്ന് കരുതിക്കും. അപ്പോൾ ഹയർ പൊട്ടൻഷ്യൽ ഉണ്ട്, ഇവിടെ ലോവർ പൊട്ടൻഷ്യൽ ഉണ്ട്, പൊട്ടൻഷ്യലിന് ഡിഫറൻസ് ഉണ്ടായി. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യും ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും. ഇത് ഹൈ പൊട്ടൻഷ്യലാണ്, ഇത് ലോ പൊട്ടൻഷ്യലാണ്. അങ്ങനെയെങ്കിൽ ഹൈ പൊട്ടൻഷ്യലിൽ നിന്നും ലോ പൊട്ടൻഷ്യലിലേക്ക് എന്തൊഴുകും മക്കളെ, നിങ്ങൾ പറയും സാർ കറണ്ട് ഒഴുകും. അതായത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വഴി എന്തുണ്ടാകും, കറണ്ട് ഉണ്ടാകും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഇത് വിളിക്കും ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഇത്രയും മനസ്സിലായോ? അപ്പോൾ കോയിൽ എന്തൊഴുകും മക്കളെ, കറണ്ട് ഒഴുകും. കോയിലിൽ ഇവിടെ കറണ്ട് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ നമുക്കാണെങ്കിൽ ഒരു മാഗ്നറ്റ് ഉണ്ടായിരുന്നു, ആ മാഗ്നറ്റ് ഫ്ലെക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. ഈ ഫ്ലെക്സിനെ ആണെങ്കിൽ ആര് ലിങ്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇനി മാഗ്നറ്റ് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കോയിലിൽ ലിങ്ക് ചെയ്യുന്ന ഫ്ലെക്സ് ചേഞ്ച് ചെയ്യും. മാഗ്നറ്റ് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കോയിലിൽ ലിങ്ക് ചെയ്ത ഫ്ലെക്സ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായി ഇവിടെ എന്തുണ്ടാവും, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകും. ഈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഇക്വേഷൻ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി d∅/dt. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആരെ എതിർക്കുന്നുണ്ട്, നമ്മളുടെ ചേഞ്ച് ഇൻ ഫ്ലക്സിനെ എതിർക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ചോദിക്കും സാർ എങ്ങനെ എതിർക്കുന്നു? അപ്പോൾ ഞാൻ പറയും മക്കളെ, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആരെ പ്രൊഡ്യൂസ് ചെയ്യും, കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഈ ഇ എം എഫ് ആരെ പ്രൊഡ്യൂസ് ചെയ്യും, ഇ എം എഫ് കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും, ഇൻഡ്യൂസ്ഡ് കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്തിനു ശ്രമിക്കുമെന്നറിയാമോ, ചേഞ്ച് ഇൻ ഫ്ലക്സിനെ എതിർക്കും. നോക്ക്, ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഏത് ഡയറക്ഷനിൽ ഒഴുകും അതിനെ അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യും നമ്മളെ, നമ്മുടെ ഫ്ലക്സ്, ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ത് ചെയ്യും, കുറയും. നോക്ക്, കാണിച്ചു തരാം. ഈ പറയുന്ന കാര്യം വീണ്ടും വിശദമായിട്ട് കാണിച്ചു തരാം. ഇതെല്ലാം മായ്ക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം വീണ്ടും നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാൻ പോവാണ്. നോക്ക് മക്കളെ, ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ എന്തുണ്ട്, ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്, നോർത്ത് സൗത്ത്. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു കണ്ടക്ടറുണ്ട്.
ഓക്കെ ആണോ? ഇനിയാണെങ്കിൽ ഞാൻ ഈ ബാർ മാഗ്നറ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ആരാ കൊണ്ടുവരുന്നേ? സൗത്ത് അടുത്തേക്ക് വരികയാണ്. സൗത്ത് അടുത്തേക്ക് വരുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഉറപ്പായും ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാകും. ഈ ചേഞ്ച് ഇൻ ഫ്ലക്സ് മൂലം EMF ഉണ്ടാകും. EMF മൂലം കറണ്ട് ഉണ്ടാകും. ഇനി കറണ്ട് ഏത് ഡയറക്ഷനിൽ ഒഴുകും? അപ്പോൾ കറണ്ടിൻ്റെ ആഗ്രഹം എന്താണ്? ഈ ഫ്ലക്സിൻ്റെ ചേഞ്ച് ഉണ്ടാകരുത്. ചേഞ്ച് ഇൻ ഫ്ലക്സിനെ എതിർക്കും. ഉണ്ടോ? ഇൻഡ്യൂസ്ഡ് EMF ചേഞ്ച് ഇൻ ഫ്ലക്സിനെ എതിർക്കും. ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ ഫ്ലക്സ്. സോ ചേഞ്ച് ഇൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? കറണ്ട്, ഇൻഡ്യൂസ്ഡ് കറണ്ട് വഴിയാണ് ആരെ ഒപ്പോസ് ചെയ്യുന്നത്? ആ ചേഞ്ച് ഇൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നത്. ഈ കാര്യം മനസ്സിലായോ? ഇൻഡ്യൂസ്ഡ് EMF ചേഞ്ച് ഇൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഒപ്പോസ് ചെയ്യും? എങ്ങനെ ഒപ്പോസ് ചെയ്യുന്നേ? ഇൻഡ്യൂസ്ഡ് EMF ആരെ പ്രൊഡ്യൂസ് ചെയ്യും? കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ കറണ്ടാണ് ആരെ ഒപ്പോസ് ചെയ്യുന്നത്? ചേഞ്ച് ഇൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീണ്ടും ചോദിക്കും, സർ കറണ്ട് എങ്ങനെയാണ് ഒപ്പോസ് ചെയ്യുന്നത്? കറണ്ട് എങ്ങനെയാണ് ആ ചേഞ്ച് ഇൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നത്? അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം മക്കളെ. നോക്കണം, ഇവിടെയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ബാർ മാഗ്നറ്റ് ഞാൻ ഈ ഒരു കണ്ടക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയല്ലേ. അപ്പോൾ സൗത്ത് അടുത്തേക്ക് വരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവുന്നത്. ഇവിടെ എങ്ങനെയാണ് ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവുന്നേ? സൗത്ത് പോൾ അടുത്തേക്ക് വരികയാണ്. ശരിയാണോ? മൂവ് ടുവേർഡ്സ്. ഈ ഒരു റീസൺ കൊണ്ടാണ് ഇവിടെ എന്തുണ്ടാവുന്നത്? ആ സൗത്ത് പോള് മൂവ് ടുവേർഡ്സ് എന്ന റീസൺ കൊണ്ടാണ് ഇവിടെ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടായത്. അപ്പം ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് പറയും സൗത്ത് പോളിനെ അടുപ്പിക്കാൻ പാടില്ല, സൗത്ത് പോൾ അടുത്തേക്ക് വരാൻ പാടില്ല. ശരിയല്ലേ? എന്നാലും ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവാതിരിക്കത്തുള്ളൂ. ഈ സൗത്ത് പോൾ അടുത്തേക്ക് വന്നാൽ പ്രശ്നമാണ്. സൗത്ത് പോൾ അടുത്തേക്ക് വരുന്നതിന് ഫലമായിട്ട് എന്ത് ചെയ്യും? ഇവിടെ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൗത്ത് പോൾ മൂവ് ചെയ്യാൻ പാടില്ല. എങ്ങനെ മൂവ് ചെയ്യാൻ പാടില്ല? അടുത്തേക്ക് വരരുത്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്തുണ്ടാവണം? സൗത്ത് പോളിനെ അടുത്തേക്ക് കൊണ്ടുവരാതിരിക്കാനായിട്ട് ഇവിടെ സൗത്ത് ഉണ്ടാവണം. ശരിയാണോ? ഈ ഒരു സോളിനോഡിൽ എന്തുണ്ടാവണം? ഇവിടെ സൗത്ത് ഉണ്ടാവണം. സോ ഈ കറണ്ട് തീരുമാനിക്കും, ഇവിടെ ഉണ്ടാവുന്ന ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് തീരുമാനിക്കും എനിക്ക് ഇവിടെ എന്ത് കൊണ്ടുവരണം, ഈ ഭാഗത്ത് എന്ത് കൊണ്ടുവരണം. എന്ത് കൊണ്ടുവരണം? സൗത്ത് കൊണ്ടുവരണം. മക്കളെ, സൗത്ത് കൊണ്ടുവരണമെങ്കിൽ കറണ്ട് എങ്ങനെ ഒഴുകണമിടാ? ക്ലോക്ക് വൈസിൽ ഒഴുകണം. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകിയാൽ മാത്രമേ സൗത്ത് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ കറണ്ട് എന്ത് ചെയ്യും മക്കളെ? ക്ലോക്ക് വൈസ്. നോക്ക്, നമ്മുടെ ക്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലോക്ക് 12, 1, 2 അങ്ങനെ പോകത്തില്ലേ? ക്ലോക്ക് വൈസ് ഈ ഡയറക്ഷൻ എന്ത് ചെയ്യണം? കറണ്ട് ഒഴുകും. സോ ഈ ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്തുണ്ടാവും? സൗത്ത് പോൾ ഉണ്ടാവും. ഈ സൗത്ത് പോൾ ആരെ ഒപ്പോസ് ചെയ്യും മക്കളെ? നമ്മുടെ ഈ സൗത്ത് പോൾ അടുത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കും. ഈ കാര്യം മനസ്സിലായോ? അപ്പം ലെൻസസ് ലോ വഴി എങ്ങനെയാണ് ഇൻഡ്യൂസ്ഡ് EMF ചേഞ്ച് ഇൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നത്? ഈ കാര്യം മനസ്സിലായോ? ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞു തന്നേ. നിങ്ങൾ പറയും സർ സിമ്പിൾ. ഇൻഡ്യൂസ്ഡ് EMF ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാക്കും. ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈ ഒരു ഡയറക്ഷനാണ് ചൂസ് ചെയ്യുന്നത്. എന്ത് ഡയറക്ഷൻ ചൂസ് ചെയ്യുന്നത്? ഈ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്ന ഡയറക്ഷൻ ചൂസ് ചെയ്യും. അതായത് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട്, ഈ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് സച്ച് ദാറ്റ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്. ഇറ്റ് ഓൾവേസ് ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. മനസ്സിലായോ? ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. അതായത് ഈ സൗത്ത് അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ സൗത്ത് ഉണ്ടാവും. സൗത്തിൻ്റെ അടുത്ത് പറയും അടുത്തേക്ക് വരില്ലേ എന്ന് പറയും. മനസ്സിലായോ? സൗത്ത് അടുത്തേക്ക് വരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ കറണ്ട് പറയും സൗത്തിനെ കൊണ്ടുവരരുതെന്ന് പറയണം. മനസ്സിലായോ? സൗത്തിനെ കൊണ്ടുവരാതിരിക്കാൻ ഇവിടെ എന്ത് ചെയ്യണം? സൗത്ത് ഉണ്ടാവണം. സൗത്ത് ഉണ്ടാവണമെങ്കിൽ കറണ്ട് എങ്ങനെ ഒഴുകണം? ക്ലോക്ക് വൈസിൽ ഒഴുകണം. അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകണം? പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. പ്രാക്ടീസ് ചെയ്താണെങ്കിൽ ഡയറക്ഷൻ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഡയറക്ഷൻ സെറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഈ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഈ ഒരു സൗത്ത്, ഇവിടെ ഞാൻ ഈ സൗത്തിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. സൗത്ത് അടുത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഇൻഡ്യൂസ്ഡ് EMF എന്തിനു ശ്രമിക്കും? ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കും. സോ ഇവിടെ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇങ്ങനെ പോകണം. കറണ്ട് എങ്ങനെ പോകണം? ഇവിടെ സൗത്ത് ആണെങ്കിൽ ഇവിടെയും സൗത്ത് ഉണ്ടാക്കണം. അങ്ങനെ സൗത്ത് ഉണ്ടാക്കണമെങ്കിൽ കറണ്ട് എന്ത് ഡയറക്ഷൻ ചൂസ് ചെയ്യണം? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ചൂസ് ചെയ്യണം. സോ ഇവിടെ കറണ്ട് ക്ലോക്ക് വൈസിലായിരിക്കും ഒഴുകുന്നത്. ഓക്കെ ആണോ? സോ നോക്ക്, ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട്, ലെൻസസിലോ പറഞ്ഞത് എന്താണ്? ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈ ഡയറക്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. The direction of induced current is such that it always opposes the change in magnetic flux. Okay ആണോ? ശരി.
അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ കൺസർവേഷൻ ഓഫ് എനർജി ഒക്കെ പിന്നീട് പറഞ്ഞു തരാം, ഇതിൻ്റെ കോൺസെപ്റ്റ് പിന്നീട് പറഞ്ഞു തരാം. പക്ഷേ ഇനിയാണെങ്കിൽ നമ്മൾ ഇത്രയും പഠിച്ച സ്ഥിതിക്കാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. ആ കോൺസെപ്റ്റ് നല്ല തറവായിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. കാരണം ബോർഡ് എക്സാമിന് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഡയറക്ഷൻ ചോദിക്കാം, ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ, ചിലപ്പോൾ സിറ്റുവേഷൻ്റെ ഫിഗർ തരാം, എന്നിട്ട് പറയും ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ട് എങ്ങനെയാണ് എന്ന് ചോദിക്കും. ഓക്കെ ആണോ? നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ ധാരാളം ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോണത്. പ്രാക്ടീസ് ചെയ്യാം. ശരി, നോക്കൂ മക്കളെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു റിംഗ് ഉണ്ട്. എന്തുണ്ടാ മക്കളെ? ഒരു റിംഗ് ഉണ്ട്. ഇവിടെ മറ്റൊരു റിംഗ് ഉണ്ട്, 2 റിംഗ് ഉണ്ട്, അടുത്തടുത്ത് 2 റിംഗ് ഉണ്ട്. റിങ്ങിന് പേരുണ്ട്, A എന്ന റിംഗ് ഉണ്ട്, B എന്ന റിംഗ് ഉണ്ട്. ഇനിയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ബാർ മാഗ്നറ്റ് ഉണ്ട്. ഇത് നോർത്ത്, ഇത് സൗത്ത്. ഞാൻ ബാർ മാഗ്നറ്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ പറയണം. എങ്ങനെയായിരിക്കും കറണ്ട് ഉണ്ടാവുന്നത്? ഓക്കെ ആണോ? സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. എങ്ങനെ പറയും? നിങ്ങൾ പറയും സാർ സിമ്പിൾ. ഇവിടെയാണെങ്കിൽ നോർത്ത് എന്ന് പറയണതിനെ ശ്രദ്ധിക്കണേ, ഇവിടെ ഈ നോർത്ത് എന്ത് ചെയ്യാണ്? അകന്നു പോവുകയാണ്. സോ ഉറപ്പായും ഇവിടെ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാകും. ശരിയാണോ? നോർത്ത് അകന്നു പോകുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാകും. അപ്പോൾ മാഗ്നറ്റ് മൂവ് ചെയ്യിച്ചാൽ എന്ത് ചെയ്യും? ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാകും. സോ നോർത്ത്, ഈ കോയിലിൽ നോർത്ത് അകന്നു പോവുകയാണ്. നമ്മൾ കോയിൽ A മാത്രമാണ് നോക്കുന്നത്. കോയിൽ A മാത്രം നോക്കണം. A എന്ന കോയിലിൽ നോർത്ത് ആണെങ്കിൽ അകന്നു പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ കറണ്ട് ഉണ്ടാവും. ശരിയല്ലേ? ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. ഈ കറണ്ട് പറയും നോർത്തേ അകന്നു പോകല്ലേ എന്ന് പറയും. അകന്നു പോകുന്നതുകൊണ്ടാണ് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുന്നത്. സോ അകന്നു പോകല്ലേ എന്ന് പറയും. ശരിയാണോ? അകന്നു പോകല്ലേ എന്ന് പറയണമെങ്കിൽ നോർത്തിനെ പിടിച്ചു നിർത്തണം. സോ നോർത്തിനടുത്ത് പറയണം അകന്നു പോകല്ലേ എന്ന് പറയണം, പിടിച്ചു നിർത്തണം. സോ ഇവിടെ എന്തുണ്ടാവണം? സൗത്ത് ഉണ്ടാവണം. സോ ഇവിടെ കറണ്ട് എങ്ങനെയായിരിക്കും പോണത്? ഇങ്ങനെ പോന്നേ, ഇങ്ങനെ. സോ കറണ്ട് ക്ലോക്ക് വൈസിൽ കറണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇനിയാണെങ്കിൽ ഇവിടെ നിന്ന് സംഭവിക്കും, ഇവിടെയാണെങ്കിൽ സൗത്ത് അടുത്തേക്ക് വരികയാണ്. സോ സൗത്ത് അടുത്തേക്ക് വരാൻ സമ്മതിക്കരുത്. കാര്യം സൗത്ത് അടുത്തേക്ക് വന്നാൽ എന്ത് ചെയ്യും? ഇവിടെ സൗത്ത് അടുത്തേക്ക് വരികയാണ്. സൗത്ത് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫ്ലക്സിന് ഉറപ്പായിട്ടും ചേഞ്ച് ഉണ്ടാവും. സോ ഇവിടുത്തെ പ്രശ്നം എന്തായിരുന്നു? സൗത്ത് അടുത്തേക്ക് വരുന്നതാണ് പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്യും? ആ സൗത്ത് അടുത്തേക്ക് വരാതിരിക്കാനായിട്ട് ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ സൗത്ത് ഉണ്ടാവണം, എന്നാലേ റിപ്പൽ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഞാനീ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സൗത്ത് അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഇവിടെയും സൗത്ത് ഉണ്ടാകണം. സോ ഇവിടെ സൗത്ത് ഉണ്ടായത് എങ്ങനെയാണ്? സൗത്ത് ഉണ്ടായത് നോർത്ത് അകന്ന് പോകാതിരിക്കാൻ നോർത്തിനെ പിടിച്ചു നിർത്തണമായിരുന്നു. പക്ഷേ ഇവിടെയാണെങ്കിലോ സൗത്ത് വരികയാണ്. സൗത്ത് അകത്തേക്ക് വരുന്നതിൻ്റെ ഫലമായിട്ടും ഉറപ്പായിട്ട് എന്ത് ചെയ്യും മക്കളെ? ഇവിടെയും എന്തുണ്ടാവും? ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവും. അപ്പം പറയും, ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് പറയും സൗത്തേ നീ അടുത്തേക്ക് വരില്ലേ എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സൗത്ത് അടുത്തേക്ക് വരാതിരിക്കാനായിട്ട് ഇവിടെ സൗത്ത് തന്നെ ഉണ്ടാവണം, സൗത്തിനെ റിപ്പൽ ചെയ്യണം. അങ്ങനെയെങ്കിൽ ഇവിടെയും എന്തായിരിക്കും? ക്ലോക്ക് വൈസിൽ കറണ്ട് ഒഴുകും. സോ ഇവിടെയും കറണ്ട് ക്ലോക്ക് വൈസ് ആണ്, ഇവിടെയും കറണ്ട് ക്ലോക്ക് വൈസ് ആണ്. കോൺസെപ്റ്റ് മനസ്സിലായോ മക്കളെ? ശരി, അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വീഡിയോ പോസ് ചെയ്യണം, സ്വന്തമായിട്ട് പറയണം എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കടാ, ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു റിംഗ് ഉണ്ട്. കണ്ടോ? എന്താണ്? റിംഗ് ആണ്. ഈ റിങ്ങിലേക്ക് ഞാൻ ഒരു മാഗ്നറ്റ് ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇത് നോർത്ത്, ഇത് സൗത്ത്. ഇങ്ങോട്ട് വരികയാണ്, മാഗ്നറ്റ് ഇങ്ങോട്ട് വരികയാണ്. സോ മാഗ്നറ്റ് ഇങ്ങോട്ട് വരികയാണ്, നോർത്ത് അടുത്തേക്ക് വരികയാണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞു തന്നേ മക്കളെ, ഇവിടെ കറണ്ട് നിങ്ങൾ മുകളിൽ നോക്കുകയാണ്. നിങ്ങൾ മുകളിൽ നിന്നാണ് നോക്കുന്നത്, നിങ്ങൾ ഇവിടെ നോക്കുകയാണ്. എങ്ങനെയായിരിക്കും കറണ്ട് പോണത്? നിങ്ങൾ പറയും സാർ സിമ്പിൾ, നോർത്ത് അടുത്തേക്ക് വരുന്നതല്ലേ പ്രശ്നം? ഞാൻ പറഞ്ഞു ആണ് മക്കളെ, നോർത്ത് അടുത്തേക്ക് വരുന്നതാണ് പ്രശ്നം. അപ്പം നോർത്തിനെ അടുത്തേക്ക് വരില്ലേ എന്ന് പറയണം. ഈ കറണ്ട് എന്ത് ചെയ്യണം? നോർത്ത് അടുത്തേക്ക് വരില്ലേ എന്ന് പറയണം. സോ നോർത്ത് അടുത്തേക്ക് വരില്ലേ എന്ന് പറയണമെങ്കിൽ ഇവിടെ എന്തുണ്ടാവണം? നോർത്ത് ഉണ്ടാവണം. സോ നോർത്ത് ഉണ്ടാവണമെങ്കിൽ കറണ്ട് എന്ത് ചെയ്യണം? ആൻറ്റി ക്ലോക്ക് വൈസിൽ. കണ്ടോ? ആൻറ്റി ക്ലോക്ക് വൈസിൽ എന്ത് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്യണം. സോ ഇത് ആൻറ്റി ക്ലോക്ക് വൈസിൽ എന്ത് ചെയ്യണം മക്കളെ? റൊട്ടേറ്റ് ചെയ്യണം. മുകളിൽ നോക്കുമ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ്, അത് മുകളിൽ നിന്ന് നോക്കേണ്ടത്. നമ്മൾ മുകളിൽ നോക്കുമ്പം ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. മനസ്സിലായോ? സോ ഇവിടെ കറണ്ട് ഇങ്ങനെ വേണം കറങ്ങാനായിട്ട്. സോ ഇനി ക്വസ്റ്റ്യൻ തരാം.
സോ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ പറയണം കറണ്ട് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് പറയണം. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. സോ വീഡിയോ പോസ് ചെയ്യണം, സ്വന്തമായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ പറയാൻ ശ്രമിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമെങ്കിൽ ഇവിടെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ശ്രദ്ധിക്കണം, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുക. ഇതെന്താണ്? ആ ഇൻ ടു ദ പ്ലെയിൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇൻ ടു ദ പ്ലെയിൻ ആണ്. ബി എന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ്. പ്ലെയിൻ്റെ അകത്തേക്ക് ഇറങ്ങിയാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ ആണോ? ഇനിയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ലൂപ്പ് ഉണ്ടടാ, ഉണ്ടോ? ഇതൊരു കോയിലാണ്, കണ്ടക്ടറാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെയെങ്കിൽ ഉറപ്പായും ഈ ലൂപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫ്ലെക്സ് ചേഞ്ച് ചെയ്യും. കാര്യം ഇതാണ് ഫ്ലെക്സ്. ഇത് ഫ്ലെക്സ് ആണെന്ന് കരുതിക്കോ. ഇത് നമ്മുടെ ലൂപ്പാണ്. ഞാൻ ലൂപ്പ് അകത്തേക്ക് കൊണ്ടുവരാൻ പോവാണ്, ഫ്ലെക്സിന് അകത്തേക്ക് കൊണ്ടുവരാൻ പോവാണ്, ഫീൽഡിൻ്റെ അകത്തേക്ക് കയറ്റാൻ പോവുകയാണ്. ഉറപ്പായും എന്ത് ചെയ്യും മക്കളെ? ഇവിടെ നമ്മുടെ ഈ കണ്ടക്ടറിൽ ചേഞ്ച് ഇൻ ഫ്ലെക്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് EMF ഉണ്ടാവും, അതിൻ്റെ ഫലമായിട്ട് കറണ്ട് ഉണ്ടാവും. ആ കറണ്ടിൻ്റെ ഡയറക്ഷനാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. പറഞ്ഞേ, വീഡിയോ പോസ്റ്റ് ചെയ്ത് പറഞ്ഞു തന്നേ. അപ്പോൾ നിങ്ങൾ പറയും സാർ ഇനി സിമ്പിളാണ്. ഇതെന്ത് പറയുന്നതാണ്? ക്രോസ് ആണ്. ഇവിടെ അടുത്തേക്ക് വരുന്നതനുസരിച്ച് ക്രോസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നോക്ക്, ഇവനാണെങ്കിൽ അകത്തേക്ക് കയറുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്ത് എഫക്റ്റ് ഉണ്ടാവണേ? ക്രോസ് ഇൻക്രീസ് ചെയ്യുകയാണ്. ശരിയാണോ? അകത്തേക്ക് കയറുന്നതനുസരിച്ച് ക്രോസ് എന്ത് ചെയ്യും? ക്രോസ് എന്ന ഫീൽഡ് ഇൻ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് കൂടിക്കൊണ്ടിരിക്കും. സോ ഇൻ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്തിനു ശ്രമിക്കും? അതിനെ കുറയ്ക്കാൻ നോക്കണം. എങ്ങനെ കുറയ്ക്കുന്നേ? കുറയ്ക്കണമെങ്കിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? ഇവിടെയാണെങ്കിൽ ക്രോസിനെ കുറയ്ക്കണമെങ്കിൽ ഡോട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. സോ ആര് പ്രൊഡ്യൂസ് ചെയ്യണം? ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണെങ്കിൽ ഡോട്ട് എന്ന മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ആരെ കൊണ്ടുവരണം? മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവരണം. സോ ഇവിടുത്തെ ആണെങ്കിൽ കറണ്ട് ആണെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? ഡോട്ട് ഉണ്ടാക്കണം. കാര്യം ക്രോസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എഫക്റ്റ് കുറയ്ക്കണമെങ്കിൽ ഡോട്ടിനെ ഉണ്ടാക്കണം. സോ ഡോട്ട് ഔട്ട്വേർഡ് ആണ്. നിങ്ങൾ കൈ ആണെങ്കിൽ ഔട്ട്വേർഡ് പുറത്തേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? കൈ ആണെങ്കിൽ ഇങ്ങനെ മടക്കണം. എങ്ങനെ മടക്കണം? ഇങ്ങനെ മടക്കണം. ഔട്ട്വേർഡ് പുറത്തേക്ക് പോകണമെങ്കിൽ കൈ ഇങ്ങനെ മടക്കണം. ശരിയാണോ? റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? കറണ്ടിൻ്റെ ഡയറക്ഷൻ പറയാം. സോ നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെയാണെങ്കിൽ കറണ്ട് പോകണം എങ്ങനെയാണ്? താണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ത് ചെയ്യണം? കറണ്ട് പോകണം. എന്നാലേ ഡോട്ട് ഉണ്ടാവത്തുള്ളൂ. സോ ഡോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തുള്ളൂ? ക്രോസിനെ ഇഫക്റ്റ് കുറയ്ക്കാൻ കഴിയത്തുള്ളൂ. സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. അങ്ങനെയെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കേൾക്കാം. ഇവിടെയാണെങ്കിൽ ദാണ്ട് നമ്മുടെ കോയിൽ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിലോടാ, അപ്പോൾ നിങ്ങൾ പറയും സാർ അകന്ന് പോവുകയാണ്. ഇവിടെയാണ് അകന്ന് അങ്ങോട്ട് പോകുന്നതിൻ്റെ ഫലമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടം വരെയേ ഉള്ളൂ. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും അകന്ന് പോവുകയാണ്. മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും അകന്ന് പോകുന്നു പറഞ്ഞാൽ എന്താണ്? ക്രോസ് ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് പോകുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞു വരും. നോക്ക്, അകത്ത് കയറിയ സാധനം പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ക്രോസ് കുറയുകയാണ്. സോ ഇവിടെ ഉറപ്പായിട്ട് ഇവിടെ ചേഞ്ച് ഉണ്ടാവും. ചേഞ്ച് എന്താണ്? ക്രോസ് കുറയുകയാണ്. അപ്പോൾ നമ്മുടെ കറണ്ട് എന്ത് പറയും? ക്രോസിന് എന്ത് പറയും? കുറയില്ലേ എന്ന് പറയണം. ശരിയാണോ? ക്രോസ് കുറയില്ലെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ക്രോസിനെ ഉണ്ടാക്കണം. ഉണ്ടോ? ക്രോസ് കുറയാതിരിക്കണം എന്ത് ചെയ്യണം? ക്രോസ് തന്നെ ഉണ്ടാക്കണം. അപ്പം ക്രോസ് കുറയത്തില്ല. സോ എന്ത് ചെയ്യും? ഇത് പ്രൊഡ്യൂസ് ചെയ്യണം. കണ്ടോ? അപ്പം ഇത് ക്രോസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. ഈ കറണ്ട് ക്രോസിനെ പ്രൊഡ്യൂസ് ചെയ്യണം. എന്തിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ക്രോസിൻ്റെ എഫക്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ക്രോസ് എന്ന മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്രോസിൻ്റെ എഫക്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രോസിനെ പ്രൊഡ്യൂസ് ചെയ്യണം. സോ ക്രോസിനെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ക്രോസ് ഇൻ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. കറണ്ട് ഈ ഡയറക്ഷനിൽ പോകണം. കറണ്ട് എങ്ങനെ പോകണം? ഇൻ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. കറണ്ട് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. മനസ്സിലായോ? സോ കറണ്ട് ക്രോസിനെ ഉണ്ടാക്കാനായിട്ട് കറണ്ട് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. അപ്പോൾ ക്രോസിൻ്റെ വാല്യൂ കുറയാതെ നിൽക്കും. മനസ്സിലായോ മക്കളെ? സിമ്പിൾ അല്ലേടാ? സോ ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ പറയാൻ കഴിയും. ഇനി ഞാൻ ചോദിക്കാൻ പോവുകയാണ്. ഞാൻ ഇത് വായിച്ചിട്ട് ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. മക്കളെ, ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു കോയിലുണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്. ഞാൻ ഈ ബാർ മാഗ്നറ്റ് ഇതിൻ്റെ ആക്സിസിന് ഇങ്ങനെ കറക്കാൻ പോവുകയാണ്, റൊട്ടേറ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാകുമോടാ? ഇവിടെയാണെങ്കിൽ ഇത് കറക്കാൻ പോവുകയാണ്. കോയിലിൻ്റെ മുകളിൽ വെച്ചിട്ട് ആരെ കറക്കാൻ പോവുകയാണ്?
നമ്മുടെ ബാർ മാഗ്നറ്റ് കറക്കാൻ പോവുകയാണ്, റൊട്ടേറ്റ് ചെയ്യാൻ പോവുകയാണ്. മക്കളെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് മാറത്തില്ല, ആ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാകത്തില്ല. റൊട്ടേഷൻ ആരെ പ്രൊഡ്യൂസ് ചെയ്തില്ല, ഡു നോട്ട് പ്രൊഡ്യൂസ് ചേഞ്ച് ഇൻ ഫ്ലക്സ്. അപ്പോൾ ആരുണ്ടാകത്തില്ല, നോ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അങ്ങനെയെങ്കിൽ നോ ഇൻഡ്യൂസ്ഡ് കറണ്ട്. സോ കറണ്ട് പ്രൊഡ്യൂസ് ആകുമോ, ഇല്ല. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് പ്രൊഡ്യൂസ് ആവുകയില്ല. ഓക്കെ ആണോ? ശരി. അപ്പോൾ ബാർ മാഗ്നറ്റ് അകത്ത് വെച്ച് കറക്കിക്കഴിഞ്ഞാൽ എന്ത് പ്രൊഡ്യൂസ് ആവത്തില്ല, ഇൻഡ്യൂസ്ഡ് കറണ്ട് പ്രൊഡ്യൂസ് ആവുകയില്ല. എന്ത് ചെയ്യണം, മൂവ് ചെയ്യിച്ചാൽ മാത്രമേ ഇവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് പ്രൊഡ്യൂസ് ആവുകയുള്ളൂ. പക്ഷേ ഇതല്ല, ആർമേച്ചർ കോയിൽ കറക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് വേറെ സംഗതിയാണ്. ആർമേച്ചർ കോയിൽ കറക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ആർമേച്ചർ കോയിൽ കറക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഈ ചാപ്റ്ററിൻ്റെ അവസാനം പഠിക്കും. പക്ഷേ ഒരു ബാർ മാഗ്നറ്റ് ആണ്, അത് റൊട്ടേറ്റ് ചെയ്താൽ എന്തുണ്ടാകത്തില്ല മക്കളെ, കറണ്ട് പ്രൊഡ്യൂസ് ആവത്തില്ല. കാരണം ഇവിടെ ചേഞ്ച് ഇൻ ഫ്ലക്സ് 0 ആയിരിക്കും. ഇനിയാണെങ്കിൽ നോക്ക്, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിലോടാ, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കഴിയുന്നു, നല്ല നല്ല വെറൈറ്റി ക്വസ്റ്റ്യൻ ചോദിക്കാൻ കഴിയും. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിലോ, ഇതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്. കണ്ടോ, ഐ എന്ന കറണ്ട് ആണ്. കറണ്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. കറണ്ട് എന്ത് ചെയ്യാണ്, ഇൻക്രീസസ്. സോ കറണ്ട് ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്, ഐൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ കറണ്ട് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. നമുക്ക് തൊട്ട് മുകളിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും, ഇത് പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് കറണ്ട് ഇങ്ങനെ കടന്നു പോവുകയാണ്, കറണ്ട് ഇങ്ങനെ കടന്നു വരികയാണ്, അകത്തേക്കാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. ശരിയല്ലേ, പ്ലെയിൻ്റെ അകത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. സോ ഇവിടെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് മക്കളെ, അകത്തേക്കാണ്, ഇൻ ടു ദ പ്ലെയിനിലാണ് ഇവൻ മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കണ്ടോ? അതുപോലെ താഴെയാണെങ്കിലോ പുറത്തേക്ക്, പുറത്തേക്ക്. ശരിയാണോ? സോ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. സോ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കാണ്, ഇവിടെ എങ്ങനെയാണത്, പുറത്തേക്കാണ്. ഓക്കെ ആണോ? ശരി. ഇനിയാണെങ്കിൽ ഈ കറണ്ട് കൂടുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡും കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. കറണ്ട് കൂടുന്നതിൻ്റെ ഫലമായിട്ട് മാഗ്നറ്റിക് ഫീൽഡും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇവിടെയാണെങ്കിൽ ഒരു കോയിലുണ്ട്, കോയിൽ അനങ്ങാതിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞേ, ഇവിടുത്തെ കറണ്ടിൻ്റെ ഡയറക്ഷൻ പറഞ്ഞു തന്നേ. നിങ്ങൾ പറയും സാർ സിമ്പിൾ, ഇവിടെയാണെങ്കിൽ കറണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെയാണെങ്കിൽ ക്രോസ് മാഗ്നറ്റിക് ഫീൽഡാണ്. ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് അതുപോലെ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് കൂടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഈ കോയിൽ അതിനെ കുറയ്ക്കാൻ ശ്രമിക്കണം, ഇവിടുത്തെ ഡോട്ട് ഉണ്ടാക്കണം. ശരിയാണോ? ഇവൻ എന്ത് ശ്രമിക്കും, ഡോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കും. കാര്യം ഇവിടെ ക്രോസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ഈ കണ്ടക്ടർ എന്ത് ചെയ്യും മക്കളെ, ഞാൻ മറ്റ് കളർ വരയ്ക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവത്തില്ല. എന്താ പറഞ്ഞേ, ക്രോസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഭവിക്കും, അപ്പോഴാണെങ്കിൽ നമ്മുടെ കണ്ടക്ടർ പറയും ക്രോസേ കൂടല്ലേ എന്ന് പറയണം. ക്രോസിനെ കൂട്ടാതിരിക്കാൻ എന്ത് ചെയ്യണം, ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ഇവൻ ഡോട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഡോട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കറണ്ട് എങ്ങനെ കടന്നു പോകണം, ഡോട്ട് ഔട്ട്വേർഡ് ആണ്. ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങണം. ശരിയാണോ? ഔട്ട്വേർഡ് അത് ഇങ്ങനെയാണ്, പുറത്തേക്കാണ്, കറണ്ട് ഇങ്ങനെ ഫോം ചെയ്യും. ഇനി ഇവിടെയാണെങ്കിൽ ഡോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആര് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഡോട്ടാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഡോട്ടിനെടുത്ത് പറയണം, കുറയണമെന്ന് പറയണം. അപ്പോൾ ആരെ പ്രൊഡ്യൂസ് ചെയ്യണം, ഇവൻ പ്രൊഡ്യൂസ് ചെയ്യണം, ക്രോസ് പ്രൊഡ്യൂസ് ചെയ്യണം. സോ ഇവിടെ ആരാ പ്രൊഡ്യൂസ് ചെയ്യണം, ഡോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണോ, കറണ്ട് കൂടുന്നതിൻ്റെ ഫലമായിട്ട് അത് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും കൂടിക്കൊണ്ടിരിക്കും. ആരാ കൂടുന്നേ, ഡോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡോട്ട് കൂടുമ്പോൾ ഡോട്ടെടുത്ത് പറയണം, ഡോട്ടേ കൂടല്ലേ എന്ന് പറയണം. അതായത് എന്ത് ചെയ്യണം, ക്രോസ് പ്രൊഡ്യൂസ് ചെയ്യണം. സോ ക്രോസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നോക്കണം, ക്രോസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കറണ്ട് എന്ത് ചെയ്യണം, ക്ലോക്ക് വൈസിൽ ഒഴുകണം. ശരിയാണോ? കറണ്ട് ഇവിടെ ക്ലോക്ക് വൈസിൽ, ക്രോസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കറണ്ട് ക്ലോക്ക് വൈസിൽ ഒഴുകണം. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാണ് എന്തുണ്ടാവണത്, നമ്മുടെ കറണ്ട് ഉണ്ടാവണമെന്ന്, ലെൻസസ് ലോ അനുസരിച്ച് കറണ്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം, ഇവിടെ ലെൻസസ് ലോ പഠിച്ചപ്പോൾ നമുക്കൊരു വാക്ക് കേട്ടായിരുന്നു. നിങ്ങൾ ലെൻസസ് ലോ പഠിച്ചപ്പോൾ ഒരു വാക്ക് കേട്ടായിരുന്നു, എന്താണ്, കൺസർവേഷൻ ഓഫ് എനർജി. ലെൻസസ് ലോ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്, കൺസർവേഷൻ ഓഫ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണ് കൺസർവേഷൻ ഓഫ് എനർജി ആയിട്ട് ഇത് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇവിടെ തന്നെ പറയാം,
സോ ലെൻസസ് ലോ നമ്മൾ പഠിച്ചതാണ്. അവിടെ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ലെൻസസ് ലോ ഏത് ലോയുമായിട്ട് ഏത് കൺസർവേഷനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കൺസർവേഷൻ ഓഫ് എനർജിയുമായിട്ടാണ് ലെൻസസ് ലോ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ്? സോ മക്കളെ ഇവിടെ ഒരു കോയിലുണ്ടടാ. എന്തുണ്ട്? കോയിലുണ്ട്. ഇവിടെയാണെങ്കിൽ ഗാൽവോമീറ്റർ ഉണ്ട്. ഇതാണ് നമ്മുടെ ബാർ മാഗ്നറ്റ്. ഇത് നോർത്ത് സൗത്ത്. ഞാനിതിനെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഇവിടെ എന്തുണ്ടാവും? ഇവിടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ സൗത്ത് ഉണ്ടാവണം. കറണ്ട് എന്ത് ചെയ്യും? ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും. കറണ്ട് ക്ലോക്ക് വൈസിൽ ഒഴുകണം. ശരിയാണോ? ശരി. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇവിടെയാണെങ്കിൽ ഫ്രീ ആയിട്ട് എന്തുണ്ടായി? കറണ്ട് എന്ന് പറഞ്ഞാൽ എനർജിയാണ്, ഇലക്ട്രിക് എനർജി. ഇലക്ട്രിക് എനർജി ഉണ്ടായി. ഉണ്ടോ? ഇവിടെ എന്തോ എനർജി ഉണ്ടായി? ഇലക്ട്രിക് എനർജി ഉണ്ടായി, കറണ്ട് ഉണ്ടായി. വെറുതെ കറണ്ട് ഉണ്ടാകുമോ? ഈ കറണ്ട് എവിടുന്നാണ് ഉണ്ടായത്? ഒരു കണ്ടക്ടർ ഉണ്ട്, ആ കണ്ടക്ടറിനകത്ത് ഇപ്പോൾ കറണ്ട് അങ്ങ് ഉണ്ടായി. നിങ്ങൾ പറയും സാർ എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അപ്പോൾ എനർജി ഒരിക്കലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. സാറ് പറഞ്ഞനുസരിച്ച് ഇവിടെ കറണ്ട് അങ്ങ് ഉണ്ടായതാണ്. കോയിലൊരു കറണ്ട് അങ്ങ് ഉണ്ടായതാണ്. എങ്ങനെ ഉണ്ടാകുന്നത്? വെറുതെ കറണ്ട് ഉണ്ടാകുമോ? ഇല്ല. നോക്ക്, ഞാൻ പറഞ്ഞു ഇവിടെ എന്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, എന്ത് പോള ഉണ്ടാവണേ? ഇവിടെ സൗത്ത് ഉണ്ടാവും. ഇവിടെയും സൗത്താണ്. അപ്പോൾ ഈ സൗത്ത് തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. മാഗ്നറ്റിക് റിപ്പൽഷൻ ഉണ്ട്. ഈ റിപ്പൽഷനെ ഓവർകം ചെയ്ത് വേണം ഞാനിത് മൂവ് ചെയ്യിക്കണമെങ്കിൽ. സോ ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് മാഗ്നറ്റിക് റിപ്പൽഷനെ എന്ത് ചെയ്യണം? ഒപ്പോസ് ചെയ്യണം. അപ്പം മാഗ്നറ്റിക് ഫീൽഡിന് എതിരെയാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്. ശരിയാണോ? മാഗ്നറ്റിക് ഫീൽഡിന് എതിരെ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. സോ വർക്ക് ഡൺ എഗൻസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ്. സോ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. വെറുതെ ചെയ്താൽ പോരെ, നമ്മൾ അകത്തോട്ട് കയറ്റണം. നമ്മൾ വർക്കാണ് ചെയ്യുന്നത്. നമ്മൾ ആഹാരം കഴിച്ചു, നമുക്ക് എനർജി ഉണ്ട്. ആ എനർജി മൂലമാണെങ്കിൽ ഈ സൗത്തിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം? പുഷ് ചെയ്ത് എന്ത് ചെയ്യണം? നമ്മളുടെ ഈ മാഗ്നറ്റിനെ അകത്തേക്ക് കയറ്റണം. സോ നമ്മൾ വർക്ക് ചെയ്യണം. ഈ വർക്കാണ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. മനസ്സിലാണല്ലോ? വർക്ക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പം ഈ എനർജി കൺവേർഷൻ ആരെ സഹായിക്കുന്നേ? നോക്ക്, ഇവിടെയാണെങ്കിൽ സൗത്ത് ഉണ്ടായത് സൗത്ത് എങ്ങനെ ഉണ്ടായത്? ലെൻസസ് ലോ വഴിയാണ് ഇവിടെ സൗത്ത് ഉണ്ടായത്. ശരിയാണോ? ഈ സൗത്ത് ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് കൺസർവേഷൻ ഓഫ് എനർജി പറയാൻ കഴിയുന്നത്. കാര്യം വർക്കാണ് എനർജി. അതായത് മാഗ്നറ്റിക് ഫീൽഡിനെതിരെ നമ്മൾ വർക്ക് ചെയ്യണം. എതിരെ വർക്ക് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുന്നില്ല ആരും. ഇവിടെ സൗത്ത് ആണെങ്കിൽ ഇവിടെയും സൗത്ത് ആയിരിക്കും. അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ സൗത്ത് ആയിരിക്കും. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണോ നമ്മളെ തകർക്കാൻ നോക്കുന്നത് അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. ആ വർക്കായിരിക്കും എന്തായിട്ട് ക്രിയേറ്റ് ആവുന്നത്? ഇലക്ട്രിക് എനർജി ആയിട്ട് ക്രിയേറ്റ് ആവുന്നത്. സോ ഇവിടുന്ന് എന്തുണ്ടാവുന്നത്? നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെതിരെ ചെയ്യുന്ന വർക്കാണ് നമ്മൾ ഇലക്ട്രിക് എനർജി ആയിട്ട് മാറുന്നത്. ഇനി ഈ ഇലക്ട്രിക് എനർജി ഉണ്ടായി, ആ എനർജി എവിടെ പോകും? ഈ എനർജി ഉണ്ടായെങ്കിൽ ആ എനർജി കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും മക്കളെ? ഹീറ്റായിട്ട് ഡിസിപ്പേറ്റ് ചെയ്യും, നഷ്ടപ്പെടും. സോ ഇവിടെ എനർജി കൺവേർഷൻ എന്താണ്? നമ്മളുടെ വർക്ക് ഇലക്ട്രിക് എനർജി ആയിട്ട് മാറും. ഈ ഇലക്ട്രിക് എനർജി എന്തായിട്ട് മാറും മക്കളെ? ഹീറ്റായിട്ട് നഷ്ടപ്പെട്ടു പോകും. സോ വർക്ക് ഇലക്ട്രിക് എനർജി ആയിട്ടും ആ ഇലക്ട്രിക് എനർജി കോയിൽ എന്തായിട്ടും നഷ്ടപ്പെടും? ഹീറ്റായിട്ടും നഷ്ടപ്പെടും. കാര്യം മനസ്സിലായോ? ഇതാണ് എനർജി കൺവേർഷൻ ഇവിടെ. സോ ലെൻസസ് ലോ എന്താ പറഞ്ഞു തരുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് എനർജി കൺസർവേഷൻ ആണ്, അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് എനർജി ആണ് ആര് പറഞ്ഞു തരുന്നത്? ലെൻസസ് ലോ ആക്ച്വലി പറഞ്ഞു തരുന്നത്. ലെൻസസ് ലോ വഴിയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡയറക്ഷൻ തീരുമാനിക്കുന്ന. എന്തുവഴിയാണ്? ലെൻസസ് ലോ വഴിയാണ്. ഇതാണ് ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ലെൻസസ് ലോ എന്ന് കേട്ട രണ്ട് കാര്യം ഓർത്തിരിക്കണം. ലെൻസസ് ലോ എന്ന് പറഞ്ഞാൽ കൺസർവേഷൻ ഓഫ് എനർജിയാണ് പറഞ്ഞു തരുന്നത്. ഈ ലെൻസ് ലോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആരുടെ ഡയറക്ഷൻ പറയണത്? ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ പറയുന്നത് ലെൻസസ് ലോ വഴിയാണ്. ഓക്കെ ആണോ? സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഒരു നല്ല ബേസ് ഉണ്ട്. എങ്ങനെ കറണ്ട് ഉണ്ടായി, എങ്ങനെയാണ് ഫ്ലെക്സ് ഉണ്ടാവുന്നത്, ആ ഫ്ലെക്സിന് എന്തുകൊണ്ടാണ് നമുക്ക് ചേഞ്ച് ഇൻ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തുകൊണ്ടാണ് മൈനസ് സൈൻ ഇടുന്നത്, ഇൻഡ്യൂസ് ഡി എം ഓഫ് ഇ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് d∅dt എന്തുകൊണ്ടാണ് പറയണത്, ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ കൂടുതൽ കോൺസെപ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.